സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഓക്കെ, രണ്ട് ഫ്രണ്ട്സിൻ്റെ, അതായത് ഡോക്ടർ സുശീല കുമാരി ഡോക്ടറേറ്റ് ലഭിച്ചതിനും ഡിവിനിറ്റിയിൽ ഡോക്ടറേറ്റ് ലഭിച്ചു. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഗീത ജേർണലിസത്തിൽ സെക്കൻഡ് റാങ്ക് ഹോൾഡറാണ്. എല്ലാ പത്രത്തിലും വന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. അപ്പം അവരുടെ വിജയം, അവരോടൊപ്പം അവരുടെ സന്തോഷം നമ്മൾ പങ്കുവയ്ക്കുകയാണ്. അതിനാണ് ഇന്ന് ഈ ഒരു കുഞ്ഞു മീറ്റിംഗ് ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇനി ഒരുപാട് പറഞ്ഞ് സമയം കളയുന്നില്ല. സ്വാഗതത്തിലേക്ക് കലാറാണി മാഡത്തെ സ്വീകരിക്കുന്നു. രണ്ട് വ്യക്തിത്വങ്ങൾക്ക് കിട്ടിയ രണ്ട് അച്ചീവ്മെൻറ്റ്സിനെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ആൾ നമ്മുടെ ഡോക്ടർ സുശീല കുമാരിക്ക്, നമ്മുടെ സുശീല ചേച്ചിക്കാണ്. സുശീല ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2020 ആരോഗ്യവകുപ്പിൽ നിന്നും നേഴ്സിംഗ് ട്യൂട്ടറായിട്ട് റിട്ടയർ ചെയ്യുകയും തുടർന്ന് ചേച്ചി 21 റിട്ടയർ ചെയ്യുകയും തുടർന്ന്
ചേച്ചിയുടെ ആ മേഖല തന്നെ വിട്ട് വേറെ ആഗ്രഹമുള്ള പല മേഖലകളിലേക്കും കടന്ന് ചേച്ചി കലാസാഹിത്യം, ഗാനരചന, ഡോക്യുമെൻ്ററി നിർമ്മാണം, സംവിധാനം, ഷോർട്ട് ഫിലിം, വിവിധ മേഖലകൾ ചേച്ചിയുടെ തന്നെ ആയിട്ട് കുറച്ച് ആൽബങ്ങൾ ചേച്ചി ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും ഇപ്പോൾ തുടർന്നും ചേച്ചി ഇപ്പോൾ ഒരു 107 അവാർഡുകൾ വാങ്ങി ഇങ്ങനെ ഇനിയും ചേച്ചിയുടെ മുന്നോട്ടുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് ഡിവൈനിറ്റിയിലാണ് ഇപ്പോൾ PhD വന്നിട്ടുള്ളത്. അപ്പോൾ ചേച്ചിക്ക് കിട്ടിയിട്ടുള്ള യുണൈറ്റഡ് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓണററി PhD ഇൻ ഡിവൈനിറ്റി ഈ അച്ചീവ്മെൻ്റ് നേടി നമ്മളെല്ലാവരെയും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ച ചേച്ചിക്ക് ഈ ഫംഗ്ഷനിലേക്ക് ചേച്ചിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗീത ചേച്ചിയെ കുറിച്ച് പറയാനാണെങ്കിൽ കുറേ എനിക്ക് പേഴ്സണലായിട്ട് പറയാൻ കുറേ ഉണ്ട്. പക്ഷേ ഞാൻ ചേച്ചി PWDയിൽ ഡിവിഷണൽ അക്കൗണ്ടൻ്റായിട്ടാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ചേച്ചി LLB പൂർത്തിയാക്കി സർവീസിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ അഡ്വക്കേറ്റായി എൻറോൾ ചെയ്ത ആളാണ്. പിന്നെ അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്തും നേടാനുള്ള കഴിവും അതിൻ്റെ ആർജവവും എപ്പോഴും കാണിക്കുകയും അതിനുവേണ്ടി ഏതറ്റം വരെയും ശ്രമിച്ച് നേടുന്ന ഒരാളാണ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരും അത് ഒരു മാതൃകയായി കാണേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെല്ലാം ഈ പകുതി വഴിയിൽ കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ പോട്ടേന്നൊരു ചിന്ത വരും. ചേച്ചി അങ്ങനെയല്ല. ചേച്ചി ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ അങ്ങേറ്റം വരെയും ശ്രമിച്ച് നേടുന്ന ഒരാളാണ്. പിന്നെ ചേച്ചി അഭിപ്രായങ്ങൾ എവിടെയും തുറന്നു പറയാനുള്ള എപ്പോഴും അതിൻ്റെ വേറെ ഒരു വരും വരായികൾ ആലോചിക്കാതെ തന്നെ സ്വന്തം അഭിപ്രായം എവിടെയും പറയുകയും അതെപ്പോഴും ഒരു നല്ല യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കും പറയണമെന്ന് ആഗ്രഹിച്ച് മിണ്ടാതിരിക്കുന്നതിനേക്കാളും അതും ചേച്ചിയുടെ ഒരു കഴിവായാണ് ഞാൻ കാണുന്നത്. ചേച്ചിക്ക് ജേർണലിസം പഠിക്കാൻ പോകണം എന്നുള്ള ആഗ്രഹം തന്നെ ചേച്ചിക്ക് ഒരുപാട് തിരക്കുകൾക്കിടയിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നിട്ട് പോലും പോയി കഷ്ടപ്പെട്ടാണ് അവസാനം ആ കോഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടും ചേച്ചി 2nd റാങ്ക് മേടിച്ച് വിജയകരമായി അത് പൂർത്തിയാക്കി. അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ. അസോസിയേഷൻ അതെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിലെല്ലാം എൻ്റെ കൂടെ എപ്പോഴും എനിക്ക് താങ്ങായും തണലായും നിന്നിട്ടുള്ള ഒരാളും കൂടെയാണ്. അപ്പം എനിക്ക് ചേച്ചിയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചേച്ചിയെ ഈ ഫംഗ്ഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മളിന്ന് കൂടിയതിൻ്റെ കാരണമല്ല കലാറാണി പറഞ്ഞു. നമ്മുടെ മൂകാംബിക ഭജൻസ് കുടുംബത്തിലെ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ശ്രീമതി സുശീല കുമാരിക്കും പിന്നെ എന്താണ് ജേർണലിസത്തിന് 2nd റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് ഗീതാകുമാരിക്കും ഒരു സ്നേഹാദരം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ അത് ആശംസാ പ്രസംഗത്തിൽ ഒരുപാട് പറയാൻ പാടില്ല, പ്രോട്ടോകോൾ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരുപാട് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഡോക്ടർ സുശീല കുമാരിക്കും അഡ്വക്കേറ്റ് ഗീതാകുമാരിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ ഇനി ഉയരങ്ങളിൽ ഉയരുന്നതിനായിട്ട് ഉള്ള രാജയോഗം ഇവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എത്ര ദൂരത്തിരുന്നാലും നമ്മുടെ ഈ പ്രോഗ്രാമിനൊക്കെ എനിക്ക് വന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. ഈ വീട്ടിലെന്നല്ല, ആരും പിന്നെ കൊച്ചുമോനെ മാത്രം ഉദ്ദേശിച്ചാണ് ഏതെങ്കിലും ഒഴിവാക്കുള്ളൂ. ബാക്കി ഏത് കാര്യങ്ങളുണ്ട് ചാടിപ്പിടിച്ച് ഞാൻ എത്തിയിരിക്കും. നിങ്ങളിവിടെ തിരുവനന്തപുരം മാത്രമായിട്ട് എല്ലാം ആഘോഷിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഇതിനു വേണ്ടി എറണാകുളത്തു നിന്ന് വന്നതാണ്. അതിന് ഒരു വലിയ കൈയടി തന്നെ നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ഒരിക്കൽ കൂടെ ശശികല വരേണ്ടി വരും തിരുവനന്തപുരം. അപ്പം ഞാൻ വിചാരിച്ചു മന്ത്രിസഭയൊക്കെ ഇതാവണേൻ്റെ ഇതിനെങ്ങാനും ആണോ എന്നൊക്കെ ആദ്യം വിചാരിച്ചു. എന്തായാലും വളരെ സന്തോഷം. സാറും ചേച്ചിയൊക്കെ വിളിച്ചതിൽ ഓരോ വ്യക്തികൾക്കും ഞാൻ ആശംസ പറയുന്നു.
കൂടുതലൊന്നും പറയാനില്ല. സമയമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു കവിത പാട്ടൊക്കെ പാടാം. പക്ഷെ ഞാൻ 2:15 ഞാൻ തിരിച്ചു പോകും. ടിക്കറ്റ് പോലും കൺഫേം അല്ല. ഓക്കെ, താങ്ക് യു. എന്തായാലും ഏറെ സന്തോഷമുണ്ട്. ആദ്യമേ തന്നെ ഇത്തരത്തിൽ ശരിക്കും പറഞ്ഞ ഓരോരുത്തരുടെ പേരെഴുതി എന്തുമാത്രം ചിട്ടപ്പെടുത്തിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശരിക്കും വളർന്നുണ്ട് സാറിനെയും ഡോറും ചേച്ചിയും ഇത്ര രീതിയിൽ നമ്മളെല്ലാം ഇങ്ങനെ കൂട്ടിയിണക്കിക്കൊണ്ട്. ചുവപ്പെന്ന് പറയുന്നത് എന്തിന്റെ പ്രതീകമാണെന്ന് അറിയാം അല്ലേ? എന്തിന്റെ പ്രതീകമാണ് ചുവപ്പെന്ന് പറയുന്നത്? സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, പ്രണയത്തിന്റെയാണ്, സമൃദ്ധിയുടെയൊക്കെ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഡോറും ചേച്ചിയാണത് അല്ലെ റെഡ് ആ കളറ് തന്നെ സജസ്റ്റ് ചെയ്തത്. അപ്പം അത്തരത്തിൽ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് നമ്മളെല്ലാം ഇങ്ങനെ ചിരിച്ചമ്പത്തോടെ ഇരിക്കാവൂ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന ആ ഒരു മഹാൻ ഡോറിൻ ചേച്ചി, അതിനെ അങ്ങേറ്റം അഭിനന്ദിക്കുന്നു, നമിക്കുന്നു. പിന്നെ നമ്മുടെ അഭിമാന താരങ്ങൾ സുശീല ചേച്ചി, ഏത് കാര്യവും എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ റിട്ടയർമെന്റിന് ശേഷം ചേച്ചിക്ക് റെസ്റ്റ് ഇല്ല. എത്രമാത്രം കഷ്ടപ്പെട്ട് വളരെ അധ്വാനിച്ച് തന്നെയാണ് പലതും നേടിയിട്ടുള്ളത്. അത് ആൽബം എടുക്കുന്നു, ഷോർട്ട് ഫിലിം, അതുപോലെ തന്നെ ആൽബം തന്നെ എത്ര ഇറക്കി, പാട്ടുകൾ. ചേച്ചി ആഗ്രഹിക്കുമ്പോൾ ഈശ്വരൻ, എനിക്ക് തോന്നുന്നു ദൈവം പലതും അംഗീകരിച്ച് അനുഗ്രഹിച്ചു കൊടുത്തതാണ്. മൂകാംബിക ദേവി ചേച്ചി പറഞ്ഞതേ ഉള്ളൂ, അതോടൻ സാധിക്കുന്നു. പിന്നെ വല്ലിക്കാവ്, എനിക്കൊന്നും അതും ഒരു അവതാരം തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ദൈവം കുറച്ചു പേരെ അങ്ങനെ അനുഗ്രഹിച്ചു വിട്ടവർ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം അത്തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും നേടിയെടുക്കണം ഡോക്ടറേറ്റ്. ഈ ജീവിതത്തിൽ നമ്മുടെ ജന്മം ഉണ്ടെങ്കിൽ ഈ ജന്മത്തിൽ എന്തെങ്കിലും നേടിയെടുക്കണം. വാശിയോടുകൂടി അതിന്റെ പിന്നിൽ ആ ഡോക്ടറേറ്റിന്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അത് അനുഭവിച്ചുകൊണ്ട് എനിക്കറിയാം. കേരള യൂണിവേഴ്സിറ്റിയിൽ PSCക്ക് ഒരു ടെസ്റ്റോ ഇന്റർവ്യൂ, അതിനേക്കാളും അപ്പുറമായിട്ട് 1000 ടെസ്റ്റ് ഇന്റർവ്യൂ, കടമ്പകൾ. അതും കേരള യൂണിവേഴ്സിറ്റിക്ക് മറ്റൊരു രീതി. പക്ഷെ ചേച്ചിക്ക് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ PhD എടുക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ അത്രയും കടമ്പകൾ കടന്ന് അക്ഷീണം, ഉറക്കം പോലും ഇല്ലാതെ, രാത്രിയും പകലും ഇല്ലാതെ 6 മാസക്കാലത്തോളം ആഹാരവും ഭക്ഷണവും ഇല്ലാതെ അനുഭവിച്ചത് എനിക്കറിയാം. ഇപ്പോഴും അതിന്റെ ആ ഒരു നമ്മളെ മെന്റൽ കണ്ടീഷനൊക്കെ വേറൊരു അവസ്ഥയിലേക്ക് പോകും. അത്രമാത്രം അതിന്റെ പിന്നില് വളരെ. അത് മാത്രമല്ല ചേച്ചിയുടെ മനസ്സ്. ചേച്ചിയുടെ ഷോർട്ട് ഫിലിം എടുത്തപ്പം പോലും എനിക്ക് വിളിക്കുന്നത്, ശരിക്കും പറഞ്ഞ അനിതയെ കൊണ്ട് അത് പറ്റും. അംഗീകരിക്കാനുള്ള ഒരു മനസ്സ്. പുസ്തകം അണയാത്ത നക്ഷത്രങ്ങൾ ഇത്രയും പേര് ഉൾപ്പെടുത്തി അങ്ങനെ ഒന്ന്, അതിനൊക്കെ ശരിക്കും നല്ല അഭിനന്ദനം, കയ്യേടി അല്ലാതെ തന്നെ ചേച്ചിക്ക് കൊടുക്കേണ്ടതാണ്. എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നു, അനിത സാധാരണ ഒരു കാര്യമില്ല, എന്ത് കഷ്ടപ്പെട്ട് വെല്ലുവിളിച്ച് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി. ഞാൻ ചിലപ്പോ ഇങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ അമ്മയൊക്കെ വയ്യാതെ കിടക്കുന്ന അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ചില മുഖം എൻ്റെ മനസ്സിൽ വരും. നമുക്കിങ്ങനെ സ്നേഹം പകരുന്ന എൻ്റെ ആലുവയുണ്ടായിരുന്ന പ്രിൻസിപ്പല്, അനിത മോളെ, നീ കഷ്ടപ്പെടുന്ന നിനക്ക് ദൈവം തരും. അതേപോലെ ചേച്ചി ഒരു ദൈവത്തിനെ പോലെ, അനിത നിന്റെ സങ്കടം ദൈവം കാണും. ശരിക്കും ചേച്ചിയുടെ ഈ ഒരു നേട്ടത്തിൽ ഈ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈശ്വരാധീനമായിട്ട് നടക്കുന്നതാണ്. എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഒപ്പം നമിക്കുന്നു നമ്മുടെ താരത്തെ. അതുപോലെ തന്നെ ഗീത ചേച്ചി, ഞാൻ കാണുന്നത് പിന്നെ നമ്മളെ ഡാൻസിന് ശരിക്കും ചുറുചുറുക്കോടെ എന്റെ പേരായിട്ട് നിന്ന് നൃത്തം ചെയ്ത് ചുറുചുറുക്കായിട്ട് വന്ന് ഇപ്പോഴും പ്രായമൊന്നും ഒരു പ്രശ്നമില്ല. ചേച്ചിക്ക് അത്രയും പ്രായമായെന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. വെറുതെയാണ് പറയുന്നത്, പ്രായമൊക്കെ നമ്പരാണ്, വെറുതെയാണ്. എന്ത് ചുറുചുറുക്കോടെ ആ കളി, തിരുവാതിരയായിട്ട് കോൽക്കളിയാണെങ്കിലും അതിൽ ചാടി വീണ് കളിച്ചത് വേണമെന്നുള്ള കാര്യം നേടിയെടുക്കുക. അതുപോലെ തന്നെയാണ് ഈ പിന്നെ ഇത് പഠിച്ചെടുത്തത്. ജേർണലിസം പഠിച്ചപ്പോൾ പോലും ചേച്ചി അത് ശരിക്കും ഉറച്ച് അതിനുവേണ്ടി ഇരുന്ന് പഠിക്കുക മാത്രമല്ല, അത് എടുക്കുക മാത്രമല്ല, 2nd റാങ്ക് കൂടി നേടി തന്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. ഇനിയും എനിക്ക് പഠിക്കണം, ഉത്സാഹം, മനസ്സിന്റെ ഉത്സാഹം ഇവിടെ തന്റെ അടുത്തോടുകൂടി പറയുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് എല്ലാവരും എപ്പോഴായാലും. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിന്റെ അഭിമാന താരമായി മാറിയ അഡ്വക്കേറ്റ് ഗീത ചേച്ചി അങ്ങേറ്റം അഭിനന്ദിക്കുന്നു. ഈ പ്രയത്നം ഇനി മുന്നോട്ട് പോകട്ടെ, തന്റെ ഇടത്തോടെ കരുത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. എല്ലാവിധമായ അഭിനന്ദനങ്ങളും ആശംസകളും. പിന്നെ എന്റെ പ്രിയപ്പെട്ടത് ശശി, ഞാൻ പലപ്പോഴും ഇനി സ്കൂളിലെ നാളെ തൊട്ട് ജീവിതമായ പല കാര്യങ്ങളും കാണാതെ പോകുമ്പോൾ എന്നെ വിളിച്ചതൊക്കെ ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ ഗ്രൂപ്പിന്റെ നട്ടൽ, ഇതിനെല്ലാം ആക്റ്റീവായിട്ട് കൊണ്ടുപോകുന്ന, എറണാകുളത്ത് നിന്ന് ഇന്നലെ വന്ന് പരൂരിൽ നിന്ന് അവിടെ നിന്ന് ഓടി ഇവിടെ എത്തിയ ശശിയെ അങ്ങനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. പറയാതിരിക്കാൻ പറ്റില്ല, എനിക്ക് 2 സെന്റൻസ് പറയാത്താലും. പിന്നെ അതുപോലെ നമ്മുടെ ടീച്ചർ, മ്യൂസിക് ടീച്ചർ, നമ്മളോടൊപ്പം ചേർന്ന് ആ
പൂങ്കുയില്, നമ്മുടെ പൂങ്കുയില് നമ്മളവിടുത്തെ എല്ലാ കാര്യത്തിലും നിന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ചാന്ദിനി മേഡം എനിക്ക് എപ്പോഴും എൻ്റെ അമ്മയ്ക്കൊക്കെ തന്നെ അസുഖം വന്നാൽ രാത്രി 12 മണിക്ക് പോലും വിളിച്ച് ഒരു മടിയും കൂടാതെ അനിത അമ്മയൊന്ന് കാണട്ടെ, ശരിക്കും മരുന്നുകൾ പറഞ്ഞു തരാനൊക്കെയുള്ള അങ്ങനെയുള്ള ചാന്ദിനി മേഡം. പിന്നെ ഓരോരുത്തരും കലയൊക്കെ ജോലി സ്ഥലത്താണെങ്കിൽ പോലും ഓടി വന്നു. മോഹന എഴുത്തിന്റെ രംഗത്ത് പുതുതായിട്ട് ഇനി എഴുതണം, നിർത്തിക്കളയരുതെന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. പിന്നെ എന്തോന്ന് കലയെ കുറിച്ച് എഴുതിയിട്ട് അവിടെ നിൽക്കുന്നു എന്ന് തോന്നുന്നു. ശരിക്കും ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. സുജ, അതുപോലെ സുഗന്ധി ജോലി തിരക്കിനിടയിലും ഓടി വന്ന്, രേഖ, മഹേശ്വരി ജോലിയുടെ ഇടയിൽ, കാഞ്ചന ചേച്ചി പറയണ്ടാകും ഇങ്ങനെ നോക്കുന്നു ആ തിരക്കിനിടയിൽ. പിന്നെ എല്ലാവരുടെയും ഒപ്പം നിൽക്കുന്ന ഫാമിലി, ലതിക ചേച്ചി ഞാരേലും വിട്ടുപോയിട്ടുണ്ടോ, എൻ്റെ പ്രിയപ്പെട്ട മക്കളുമാരും എല്ലാവരോടും നന്ദിയും സ്നേഹവും അല്പസമയം എനിക്ക് അനുവദിച്ചിട്ടുള്ള എൻ്റെ സ്നേഹവും സന്തോഷവും ഉൾപ്പെടുത്തിയതിൽ അറിയിച്ചുകൊണ്ട് നമ്മുടെ മൂകാംബിക ഭജൻസ് ആ ഒരു ഡിവൈൻ ഗ്രൂപ്പ് ഇനിയും ശക്തിയോടെ മുന്നോട്ട് പോകട്ടെ, ഇനി ഒരുപാട് അടുത്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പൊന്മണിമേടയാ അഭിലാഷഗീതകം സാഗരമാ ആകാശഗോപുരം പൊന്മണിമേടയാ അഭിലാഷഗീതകം സാഗരമാ ഉദയരഥങ്ങൾ തേടി വീണ്ടും സ്വർണ്ണപ്പായി നിറവേഗച്ചോലയിൽ വർണ്ണക്കൊടികളാടി തളിരോല കൈകളിൽ ആകാശഗോപുരം പൊന്മണിമേടയാ തീരങ്ങൾക്കു ദൂരെ വെൺമുകിലുകൾ കരിനിലയും തോറു മാത്രമാകുമൊരു താരകം. തീരങ്ങൾക്കു ദൂരെ വെൺമുകിലുകൾ കരിനിലയും തോറു മാത്രമാകുമൊരു താരകം. ഹിമജലഗണം ശുഭസൗരഭം അകധാരിലും വെല്ലെത്തൂവിലോലഭാവമാ ആകാശഗോപുരം പൊന്മണിമേടയാ സ്വപ്നാരണ്യമാകെ കളമെഴുതുമീ തെന്നലിൽ നിഴലാടുന്ന കപട കേളിയൊരു നാടകം. സ്വപ്നാരണ്യമാകെ കളമെഴുതുമീ തെന്നലിൽ നിഴലാടുന്ന കപട കേളിയൊരു നാടകം. കണ്ണിറയുമീ കരനുകരുമീ പടലിലും അഭയം നൽകുമാർദ്രഭാവന
കിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നുപോയി നാമജപാമൃതമന്ത്രം ചുണ്ടിൽ കാവു പിടിക്കും സന്ധ്യാനേരം സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ അഗ്നിയായി കരൾ നീറവേ മോക്ഷമാർഗം നീട്ടുമോ ഇഹപരശാപം തീരാൻ അമ്മേ ഇനിയൊരു ജന്മം വീണ്ടും തരൂ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ ആയിരിക്കും വേണമെങ്കിൽ കൂടെ മധുപകരൂ മലച്ചൊരിയൂ അനുരാഗ പൗർണമിയേ നീ മധുപകരൂ മലച്ചൊരിയൂ അനുരാഗ പൗർണമിയേ നീ മറയല്ലേ നീലനിലാവോളേ നീ മധുപകരൂ മലച്ചൊരിയൂ അനുരാഗ പൗർണമിയേ പകരൂ മലച്ചൊരിയൂ അനുരാഗ പൗർണമിയേ ടീച്ചറിൻ്റെ എപ്പോഴും പേയ്മെൻ്റ് കാണുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് ചോദിച്ചതേ ഉടലറിയാതെ ഉലകറിയാതെ മാനസം കവർന്നു നീ മായല്ലേ മറയല്ലേ നീ
മധുപകരൂ മലച്ചൊരിയും അനുരാഗ പൗർണമിയേ. സുശീലയെ ക്ഷണിക്കുന്നു. മൊമെന്റ് കൊടുക്കാനായി ചാന്ദിനി മാഡത്തിനെ ക്ഷണിക്കുന്നു. മൊമെന്റ് കൊടുക്കാൻ മാഡത്തിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി, പ്രത്യേകിച്ചും ചേട്ടനും ചേച്ചിയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഒരു സന്തോഷം പങ്കിടാനായിട്ട് ഒരു അവസരം തന്നതിന് ആദ്യമായി ചേട്ടനും ചേച്ചിക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്, ശ്രീ മൂകാംബിക ദേവി ഭജൻസ്. അതിൽ ഞങ്ങളിപ്പം ആക്റ്റീവായിട്ട് ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും ഞങ്ങളുടെ സിന്ധു ടീച്ചർ എല്ലാം ഉണ്ട്. ടീച്ചറിൻ്റെ ഒരു ബലത്തിൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സന്തോഷം വീണ് കിട്ടിയത്. ആ സന്തോഷം പങ്കിടാനായി നിങ്ങളെല്ലാവരെയും കിട്ടിയതിൽ വളരെ അഭിമാനവും സന്തോഷവും അറിയിക്കുന്നു. അതിനോടൊപ്പം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗീത, ഹാർഡ് വർക്ക്. ഇതിൽ ഏറ്റവും കൂടുതൽ ക്ലൈംബേഴ്സിനാണ് നമ്മളെ ജീവിതത്തിൽ അങ്ങനെ ക്ലൈംബ് ചെയ്ത് കയറിയാണ് നമ്മളിങ്ങനെ കിട്ടുന്നത്. അതിൽ ഫസ്റ്റിൽ ക്ലൈംബ് ചെയ്ത അനിത ഹരി ക്ലൈംബ് ചെയ്ത് ഡോക്ടറേറ്റ് നേടി. അതുപോലെ തന്നെ നമ്മുടെ ഗീത, അതുപോലെ ഒരു വലിയ ക്ലൈംബേഴ്സാണ്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ 3 രീതിയിലുള്ള മനുഷ്യരാണുള്ളത്. ഒന്ന് ഭാഗ്യം കൊണ്ട് അച്ചീവ് ചെയ്യും, അവരൊന്നും ചെയ്യണ്ട, അവർ സ്വർണ്ണക്കറണ്ടിയോടുകൂടി ജനിക്കും, അവർക്കെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഒന്ന് കുറച്ചൊക്കെ ഭാഗ്യവും കുറച്ചൊക്കെ കഷ്ടപ്പാടും വെച്ച് അങ്ങനെ കിട്ടുന്നത്. പിന്നെ ഒന്ന് വളരെ കഷ്ടപ്പാടിലൂടെ നേടുന്നവരാണ്. ആ നേട്ടമാണ് ഗീതയ്ക്കും ഇതിൽ കിട്ടിയത്. ഗീത ഇത്രയും പ്രായമായിട്ട് പഠിക്കണം എന്നുള്ള ആ ഒരു ടെൻഡൻസിയിൽ ഉള്ളൊരു മെന്റാലിറ്റിയാണ്. എനിക്കും അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ്. ഇന്ന് എന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും കോളേജിൽ കൊണ്ട് ചേർത്താൽ ഞാൻ പഠിക്കും. അത്ര ഇഷ്ടമാണ് എനിക്കും പഠിക്കാൻ. അങ്ങനെ എല്ലാവർക്കും വേണം അങ്ങനെ ഒരു മനസ്സ്. എല്ലാം ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടാനുള്ളത്. പിന്നെ അത് പ്രത്യേകിച്ചും ഞങ്ങളുടെ ഭജന ഗ്രൂപ്പിൽ കൂടി കിട്ടിയ അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു, അല്ലേ? നമ്മുടെ മൂകാംബിക ദേവി, നമുക്ക് ഗുരുവായൂരപ്പനും മൂകാംബിക ദേവിയും പത്മനാഭ സ്വാമിയും ഞങ്ങളെല്ലായിടത്തും ഭജന നടത്തിയതിൽ ഞങ്ങൾക്ക് ഈശ്വരൻ തന്ന അനുഗ്രഹമായിട്ട് ഞാനിതിനെ കരുതുന്നു. ഇങ്ങനെ 2 രക്ഷാധികാരികളെ കിട്ടിയതും ഞങ്ങളുടെ ഇങ്ങനെ ഒരു കൊളീഗ്സിനെ കിട്ടിയതും, പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ശശി. ഞങ്ങളെല്ലാം ഇവിടുന്ന് ഓടി വന്നെന്നെങ്കിലും പറയാം, നമ്മളൊരു ഓട്ടോ പിടിച്ചെങ്കിൽ വരുന്നതേ ഉള്ളൂ. പക്ഷെ ശശി ബാബ എറണാകുളത്തുനിന്ന് വളരെ ഇൻട്രസ്റ്റോടുകൂടി, ശശിക്ക് കുറച്ചുകൂടി ഇതുപോലൊരു സാഹചര്യം കൊടുക്കാമെങ്കിൽ ശശി ഇതിനേക്കാളും വലിയ പദവിയിലിരിക്കും. ശശി അങ്ങനത്തെ ഒരാളാണ്. ശശിക്ക് അതിനുള്ളൊരു കഴിവുള്ള ഒരാളാണ്. പക്ഷെ ശശിക്കുള്ള സാഹചര്യങ്ങൾ ഇപ്പം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ശശി അങ്ങനെയൊന്നും പോകാത്തത്. അല്ലെങ്കിൽ ഇതുപോലെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും പഠിക്കായിട്ട ശശി പഠിച്ചു കയറുന്ന ഒരു ടൈപ്പാണ്. പഠിക്കണം, ശശി ഇതുപോലെ ട്രൈ ചെയ്യണം. ശശിക്ക് അതിനുള്ള കഴിവുണ്ട് ഓരോരുത്തർക്കും, എല്ലാവരും. അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിനെ വളരെ നല്ലൊരു ഗ്രൂപ്പായിട്ട് അച്ചീവ് ചെയ്യാൻ കഴിയും. ചേച്ചി ഇതിനെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ കൊണ്ടുപോകണം. നമുക്കതിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും യാത്ര പോവാം, നമുക്ക് ഒരുമിച്ച് കൂടാം. അപ്പൊ ഈ ഗ്രൂപ്പ് ചേച്ചി കൈവിടാതെ കീപ്പ് ചെയ്യണം. പിന്നെ മോഹനെ കാണാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അതുപോലെ സുഗന്ധി, സുജ, എല്ലാവർക്കും ഇന്ന് വന്ന എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എനിക്കും ഉണ്ടാവട്ടെ. എല്ലാം നല്ല രീതിയിൽ നടത്തി ചേച്ചിക്ക് 1000 അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. വാക്കുകൾ നിഷ്ഫലമായി പോകുന്ന ചില മുഹൂർത്തങ്ങളിൽ ഒരു മുഹൂർത്തമാണിത്. കാരണം എത്ര പറഞ്ഞാലും എനിക്ക് ഇവർ 2 പേരും എടുത്ത ആ എഫർട്ട്, കാരണം എനിക്കിപ്പോൾ എൻ്റെ അമ്മയോ അച്ഛനും ഇല്ല എൻ്റെ അടുത്ത്. എൻ്റെ ഒരു വിജയ സന്തോഷപൂർവ്വം കൈക്കൊള്ളാൻ അത് കൈക്കൊണ്ട ചേട്ടനും എൻ്റെ പ്രിയ കൂട്ടുകാരിക്കും ഞാൻ ആദ്യമേ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും എല്ലാവരിലും അന്തർലീനമായ വിവിധ കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്നവരാണ്. ഇതിൽ കഴിവില്ലാത്ത ഒരു വ്യക്തികൾ പോലും ഇല്ല. കാരണം
ഓരോരുത്തരായിട്ട് എടുത്ത് ഞാൻ പറയുന്നില്ല. മികച്ച ചിത്രകാരിയുണ്ട് ഇവിടെ, മികച്ച പാട്ടുകാരികളുണ്ട്, മികച്ച ഡോക്ടറുണ്ട്, മികച്ച അധ്യാപികയുണ്ട്, ഓഡിറ്ററുണ്ട്, കലാകാരി, എഴുത്തുകാരി, ഇത് നമ്മുടെ സുഗന്ധി പാട്ടുകാരി, ലതിക, സുജാൻ തമ്പിയുടെ പാട്ട് നിങ്ങൾ കേട്ടല്ലോ. ഇവരെ അങ്ങനെ ഓരോ വ്യക്തികളും അവരിലെ അന്തർലീനമായ കഴിവുകൾ പുറത്തെടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ഈ കഴിവുകൾ വളർത്തിയെടുക്കാൻ ഓരോരുത്തരും കുറച്ചുകൂടെ ശ്രമിച്ചാൽ ഉന്നതമായ തലങ്ങളിൽ നിങ്ങൾക്ക് എല്ലാം എത്തിച്ചേരാൻ കഴിയും. അതിന് വേണ്ടതെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾക്ക് വഴികാട്ടിയാവേണ്ട. ആരും നമുക്ക് വഴി വെട്ടിത്തെളിച്ചൊന്നും തരത്തില്ല. നമ്മൾ സ്വയം വെട്ടിത്തെളിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ കൂടെ വരും. അല്ലാതെ നിങ്ങൾക്ക് ഈ കഴിവുണ്ട് അല്ലെങ്കിൽ ആ കഴിവുണ്ട് നിങ്ങൾ അത് ചെയ്യൂ എന്ന് പറയാനായിട്ട് വളരെ വിരളം ആളുകൾ. കിട്ടിയാൽ ഭാഗ്യം, അത് ഭാഗ്യമാണ്. അല്ലെങ്കിൽ കുട്ടികൾക്ക് കിട്ടും. നമ്മുടെ ഇവിടെ ശിവാനിയുണ്ട്, നമ്മുടെ കാർത്തിക് ഉണ്ട്, രേഖയുടെ മകനുണ്ട്. ഇവർക്കൊക്കെ കിട്ടും. കാരണം രക്ഷകർത്താക്കള് കുട്ടികളെ പുഷ് ചെയ്യും. കാരണം നിങ്ങൾക്ക് ആ കഴിവുണ്ട്, നിങ്ങൾ അത് ചെയ്യൂ എന്ന് പറയും. പക്ഷെ രക്ഷകർത്താക്കളെ പുഷ് ചെയ്യാൻ ആരും കാണില്ല. അപ്പൊ നമ്മൾ നമ്മുടെ കഴിവുകൾ സ്വയം കണ്ടറിഞ്ഞ് ആ മേഖലകൾ, ഏത് മേഖലയിലാണോ നമുക്ക് ശോഭിക്കാൻ കഴിയും എന്ന് തോന്നുന്ന ആ മേഖലകളിൽ, അത് വിവിധ മേഖലകളിലൂടെ കടന്നു പോവാം. അതെ, ഇപ്പം ചിത്രകാരിക്ക് ചിലപ്പം പാടാനും കഴിയും. രേഖ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ രേഖയിൽ ഇത്രയും നല്ല ഒരു വരയ്ക്കുന്ന ഒരു ഇതുണ്ടെന്ന് ഞാൻ അറിയുന്നത് എക്സിബിഷൻ പോയി കണ്ടപ്പോഴാണ്. അതുവരെ രേഖ വളരെ ഇപ്പോൾ തന്നെ ഈ പ്രോഗ്രാമിന്റെ ബാക്ക് ബോണിലെ ആളുകളാണ് രേഖ, കല, ഇവരെല്ലാം. പക്ഷെ കലയോ രേഖയോ ഒരിടത്തും ഇങ്ങനെ ഇടിച്ച് മുന്നോട്ട് വരുന്ന ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല. കലയ്ക്കും നല്ല ഒരു കോർഡിനേഷനുള്ള കഴിവുള്ള ആളാണ്. പിന്നെ ഏത് ആളുകളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം ഒരു ആശ്വാസമായിട്ട് ആരും കൂടെ ഉണ്ടാവും. എൻ്റെ കൂടെ മാത്രമല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അനിയത്തി തന്നെയാണ്. അനിയത്തി ചില സമയത്ത് അനിയത്തി ആയിരിക്കാം, ചില സമയത്ത് എനിക്ക് എൻ്റെ ചേച്ചിയാവും, ചിലപ്പോൾ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്നെ കെയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പല തലത്തിലും കല ആർക്കും, എനിക്ക് മാത്രമല്ല കലയുടെ ഓഫീസിലും കല അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതിലെ എല്ലാ വ്യക്തികളും അവരവരുടെ കഴിവ് തെളിയിച്ചവരുമാണ്, തെളിയിക്കാൻ ഇനിയും അവസരങ്ങളുള്ളവരാണ്. അതുകൊണ്ട് എല്ലാ പേരും അവരുടെ കഴിവ് കുറച്ചുകൂടെ, ഇപ്പം മോശമൊന്നല്ല ഞാൻ പറയുന്നത്, ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ ഗ്രൂപ്പിനെ ഇങ്ങനെ ഒരു മൂകാംബിക ഭജൻസ് എന്നും പറഞ്ഞ ഒരു ഗ്രൂപ്പ് കൊണ്ടുവരാൻ ആദ്യമായി മുന്നോട്ട് വന്ന നമ്മുടെ സുശീലയ്ക്ക് ശരിക്കും ദൈവികമായ ഒരു ശക്തി ഈശ്വരൻ കനിഞ്ഞ് നൽകിയതാണ്. ആ ശക്തിയിൽ നമ്മളെയും ഈശ്വരൻ അടുപ്പിച്ചതിനർത്ഥം നമ്മളും ഈശ്വരന് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. ഇതിൽ ആരും ഈ ഈശ്വരന് വേണ്ടാത്തവരൊന്നും ഇവിടെ വന്ന് അടിയില്ല. അപ്പൊ അത് ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അത് തന്നെയായിരിക്കാം. ഈശ്വരന്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ ഈശ്വര ഭജനത്തിലൂടെ നമുക്ക് അറിയപ്പെടാൻ കഴിയുള്ളൂ. ആ രീതിയിൽ നമ്മൾ ഇനിയും ഉയരങ്ങളിൽ അറിയപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മുടെ ചേട്ടനും ഡോറിനും ഇതിന്റെ രക്ഷാധികാരികളാണോ ബാക്ക് ബോൺ ആണോ എന്താണെന്ന് വെച്ചാൽ ആളിൻ ആൾ, അവരില്ലാതെ ഈ ഗ്രൂപ്പിന്റെ ഒരു കാര്യവും ഇത്രയും ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയില്ല. ഫിനാൻഷ്യലി, മെന്റലി, ഫിസിക്കലി എല്ലാ തലത്തിലും അവര് വളരെ ഇത് ഈ വന്നല്ലാതെ ആരെങ്കിലും അറിഞ്ഞു ഇങ്ങനെ ഉണ്ടെന്ന്? ആരും ഇവര് രണ്ടുപേരും മാത്രം അറിഞ്ഞിരിക്കും. അല്ലാതെ ആർക്കും ഇത്രയും ഇതിങ്ങനെ വെൽ പ്ലാൻഡ് ആണ്. ഒരു എന്താ പറയുന്ന ഒരു VIP അല്ലെങ്കിൽ ഡിഗ്നിറ്ററീസിന് കിട്ടുന്ന, സെലിബ്രിറ്റീസിന് കിട്ടുന്ന ഒരു ഇതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും. ഓരോരുത്തർക്കും അവരവരുടെ സീറ്റില് പേരെഴുതി വെച്ച് അവിടം തൊട്ട് തുടങ്ങി ഇത്രയും വലിയൊരു ഹോട്ടലിൽ വെച്ച് ഇത് നടത്താൻ കാണിച്ച അവരുടെ ആ മനസ്സ് എത്ര പ്രകീർത്തിച്ചാലും മതിയായില്ല. അവർക്ക് കൂടുതൽ ഐശ്വര്യം ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ. ഇനിയും ഇനിയും കൂടുതൽ പേരെ അവരിലേക്ക് അടുപ്പിക്കാൻ അവർക്ക് ശക്തി ഉണ്ടാവട്ടെ. ആരോഗ്യവും ആയുസ്സും എല്ലാം ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഭംഗിയായി ഈ ഗ്രൂപ്പിനെ കൊണ്ടുപോകണം. ഈ കൂട്ടായ്മ, ഈ കയ്യിൽ നമ്മളിങ്ങനെ പിടിച്ച ഈ പിടി ഒരിക്കലും വിടാതെ മുന്നോട്ട് പോകാം. എല്ലാവർക്കും എന്ത് ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽപ്പ് കൊടുക്കാൻ മനസ്സോടുകൂടി നമുക്ക് മുന്നേറാം. ചേച്ചിയെയും ചേട്ടനെയും കുറിച്ച് പറയാൻ നമ്മൾ ദൈവം ഇഷ്ടപ്പെടുന്നതിന് എല്ലാവരെയും ഒരേപോലെ, പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ കഴിവുകൾ. പക്ഷെ അതേ ദൈവതുല്യരായ രണ്ടുപേരാണ് ചേച്ചി. ഏതവസ്ഥയിൽ നിൽക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്ന രണ്ടുപേരും.
എൻ്റെ അനുഭവങ്ങളിലാണ് നിങ്ങളെല്ലാവരുടെ അനുഭവങ്ങളിലും. ഗീത ചേച്ചി പറഞ്ഞു, ശശില ചേച്ചി പറഞ്ഞു, ഇവിടെ എല്ലാവരും പറഞ്ഞു. ആ രണ്ടുപേർക്കും നമുക്ക് ദീർഘായുസും എല്ലാം എന്നും എപ്പോഴും നമുക്ക് ഈ സ്നേഹം ഇവരുടെ രണ്ടുപേരുടെ നമുക്കുണ്ടാകണം. എല്ലാ പേർക്കും നമുക്ക് ഉണ്ടാകും. എന്നാലും ആ ചേച്ചിയും ചേട്ടനും പറയാൻ വാക്കുകളില്ല. ദൈവത്തിന് തുല്യരായ രണ്ടുപേര്. അതുപോലെ നമ്മുടെ രണ്ട് കൂട്ടുകാർ ചേച്ചിമാർ, എൻ്റെ കൂട്ടുകാരല്ല, രണ്ട് ചേച്ചിമാർക്കും എല്ലാവരും പറഞ്ഞു. കിട്ടിയാൽ ഒരുപാട് സന്തോഷം. എല്ലാവരും ഇതുപോലെ ഓരോ കഴിവുകളുള്ളവരെല്ലാം പുറത്ത് വരണം, നന്നായി വരണം. ഇനിയും നമുക്ക് ഇതുപോലെ ഒരു ഉണ്ടാവണം. പിന്നെ ചേച്ചിയും ചേട്ടനെ ഞാൻ എന്ത് പറയാൻ കെട്ടിപ്പിടിക്കുന്നു. താങ്ക് യു മഹി. ഒരു അനിത ടീച്ചർക്ക് ഒരു ചെറിയ ഉപഹാരം. ഞാൻ പറഞ്ഞില്ലേ, ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളും എല്ലാം ഉണ്ട്. എല്ലാവരും പിന്നെ ഇന്നിവിടെ എനിക്ക് എത്താൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. ഡോറീൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും അല്ലേ. അപ്പൊ ഇത്രയും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് അറേഞ്ച് ചെയ്ത ഡോറീനും ഹസ്ബൻഡിനും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ വേറെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സുശിക്കുട്ടിയാണ്. 30 വർഷത്തിലേറെ പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ. മോളെ കുഞ്ഞായിരിക്കുമ്പോഴേ എൻ്റെ അടുത്ത് ക്വാർട്ടേഴ്സിൽ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു അവാർഡ് വാങ്ങിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. അന്ന് ഞാനിവിടെ ഇല്ലായിരുന്നു. പിന്നെ ഈ ഒരു ഇതിനെ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. പിന്നെ ഗീത, ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഒരുപാട് വർഷങ്ങൾ പരിചയമില്ലെങ്കിലും ഗീതയൊക്കെ എല്ലാവരും എന്തോ ഒരു നമുക്കൊരു അടുപ്പമുണ്ട് അല്ലേ. അതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഞാനിവിടെ വന്നത്. എനിക്ക് വീട്ടിൽ വേറെ വളരെ അത്യാവശ്യപ്പെട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈശ്വരൻ എന്ന് പറയുന്നൊരു വലിയൊരു ശക്തിയുണ്ട്. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നെങ്കിൽ അത് ഈശ്വരൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ്. കാരണം ജീവിതത്തിലാണെങ്കിൽ എനിക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരാളാണ്. ബ്രെയിൻ ട്യൂമറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി എടുക്കുന്നത് തന്നെ ഈശ്വരൻ്റെ ഒരു കാരുണ്യമാണ്. ദൈവത്തിൻ്റെ ഒരു ഇതില്ലെങ്കിൽ നമ്മൾ ആരും ഒരിടത്ത് എത്തുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ ഇന്നിവിടെ കണ്ട ഈ നല്ല നിമിഷങ്ങൾ നമുക്ക് എന്നും നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കും ഇല്ലേ. നമ്മളൊക്കെ എത്രയോ പേരെ പരിചയപ്പെടുന്നു. അപ്പം ഇപ്പം എല്ലാവരും മോഹൻ എനിക്ക് ഡയറക്റ്റായിട്ട് ഒരുപാട് അറിയില്ലെങ്കിലും ആ ഗ്രൂപ്പിലൂടെ എനിക്കറിയാം, എഴുതുന്നു, ബാക്കി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അറിയുന്നുണ്ട്. അപ്പം എല്ലാവരും ഓരോ വ്യക്തികൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. എല്ലാവരോടും സ്നേഹം പങ്കുവയ്ക്കുന്നു. പിന്നെ എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി. താങ്ക് യു മാം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമേഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാൻ എപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ച് എന്തു മധുരമെന്നോതുവാൻ മോഹം. ആ ആ ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിന്റെ പാട്ടു കേട്ടെതിർ പാട്ടു പാടുവാൻ മോഹം.
എതിർപ്പാട്ട് പാടുവാൻ മോഹം. താങ്ക് യു ടീച്ചർ. ഇപ്പോഴേ കംപ്ലീറ്റ് ആയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പേരറിയാം, ഞാൻ മോഹന. ആദ്യം നന്ദി പറയാനുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ സംഘടിപ്പിച്ച എൻ്റെ സ്വന്തം ചേട്ടനാണ്. എനിക്കേ ഇല്ല ആരും, എനിക്ക് കുടപ്പിറപ്പുകളൊന്നും ഇല്ലാത്ത എനിക്ക് എൻ്റെ സ്വന്തം ചേട്ടനാണ്. അതുകൊണ്ട് ചേട്ടനും ചേച്ചിക്കും ആദ്യമേ നന്ദി. പിന്നെ രണ്ടാമത്, ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ഒരു കാരണം വേണമല്ലോ. അപ്പൊ അതിന് കാരണക്കാരായ ഈ രണ്ടു പേർക്കും, അതായത് എൻ്റെ ഒരു മോഹം, എൻ്റെ ഒരു സ്വപ്നമാണ് ഈ ഒരു ഡോക്ടറേറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് നേടിയുമ്പോ ഒരു അഭിമാനം എനിക്കുണ്ട്. കാരണം എൻ്റെ സുശീലേച്ചി ഡോക്ടറേറ്റ് നേടുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു അഭിമാനമാണ്. പിന്നെ അതുപോലെ തന്നെ റാങ്ക് ഈ പ്രായത്തിൽ നമുക്കറിയാം, ഒരു എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ അതങ്ങ് ഞാൻ മറന്നുപോകും. ആ മറവി ഉള്ള നമ്മളുടെ ഈ പ്രായത്തില് ഇത് ഒരു റാങ്ക് നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ്. കാരണം പഠിച്ചിരുന്ന സമയത്തേ നമുക്കൊന്നും റാങ്ക് കിട്ടിയില്ല, അപ്പം അന്നേ കഴിവില്ല. അപ്പൊ ഈ പ്രായത്തിൽ ഒരു റാങ്ക് എന്ന് പറയുമ്പോൾ എത്ര എഫേർട്ട് അതിന്റെ പിന്നിലെടുത്തിട്ടുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാം. അതും കുറെ അസൗകര്യങ്ങൾക്കിടയിൽ നിന്നിട്ടാണ് ലാസ്റ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് തന്നെ കിട്ടിയേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിന് കാരണക്കാരായ ഗീതേച്ചിക്കും സുശീലേച്ചിക്കും വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ പങ്കെടുപ്പിച്ചപ്പം ഓടി വന്ന് നമുക്ക് എല്ലാവരും, നമ്മുടെ ചേച്ചിമാരെന്നോ അനിയത്തിമാരെന്നോ മാത്രം വിശേഷിപ്പിക്കാൻ പറ്റുന്ന കുറേ ആൾക്കാര്, സുഗന്ധി ആയിരുന്നാലും ആ ചേട്ടത് സുഗന്ധിയുടെ ഹസ്ബൻഡൊക്കെ എപ്പോഴും വന്നിട്ട് നമുക്ക് പരിചയമുള്ളതാണ്. ലതിക, പാട്ടുപാടിയ സുജ, പിന്നെ അതുപോലെ തന്നെ സുശീലേച്ചിയുടെ മോള്, ഇത് കുഞ്ഞുമോൻ, ടീച്ചറിനെ എനിക്ക് അത്ര പിടിയില്ല, അപ്പൊ ടീച്ചറിന് നന്ദി പറയുന്നു. ചാന്ദിനി മാഡത്തിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ശശികല, എറണാകുളത്ത് നിന്ന് വന്ന ശശികല, അതുപോലെ നമ്മുടെ ഇത് അനിത ടീച്ചർ, കാഞ്ചന മാഡം, പിന്നെ നമ്മുടെ മഹേശ്വരി, പിന്നെ രേഖ, മോൻ, പിന്നെ ഗീതേച്ചിയുടെ ഹസ്ബൻഡ്, ഇത്ര പേരാണ് ഉള്ളത് ഇതില്. നമ്മുടെ സ്വാഗതം പറഞ്ഞ ആദ്യം പറയേണ്ടത് സ്വാഗതം പറഞ്ഞ ആളിനാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയാം, വിട്ടുപോയി. പിന്നെ ബാക്കി ഓരോരുത്തരെ എടുത്തെടുത്തൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നന്ദി. എന്റെ പേരിലും പിന്നെ ഡോറിൻ ചേച്ചിയുടെ പേരിലും നന്ദി പറയാം. പിന്നെ ഈ ഭജൻസ് ഗ്രൂപ്പ്, അതിൽ ഞാനില്ല, അതുകൊണ്ട് ആ ഗ്രൂപ്പിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. പിന്നെ ഇത്രയൊക്കെയാണ്. പിന്നെ പാട്ട് പാടിയ ആശംസ പറഞ്ഞ ആൾക്കാര് എല്ലാവർക്കും നന്ദി, പ്രത്യേകം നന്ദി. പിന്നെ ഞാന് ഇവർക്കൊരു ആശംസ പറയാം, നിങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ടാണ്. സൂര്യനോളം ഉയരത്തിലെത്താൻ പ്രതിബന്ധമാം തിരമാലകളെ വകഞ്ഞു മാറ്റി പ്രത്യാശതൻ തോണിയിലേറി നിലാവിനെ പോൽ ശാന്തമായി മറുകര എത്തുവോളം തുഴയാനായി കരുത്ത് നേടി ഇനിയും മുന്നേറാൻ ഈശ്വരൻ അനുഗ്രഹവും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും. നന്ദി, നമസ്കാരം.
അത് അതെ, ഇത് സുജീഷാണ് റെസ്റ്റോറൻറ്റ് മാനേജർ. സുജീഷിനോടായിരുന്നു ഒരാഴ്ചയായിട്ട് ഞാൻ ശല്യപ്പെടുത്തി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, എല്ലാം ഓക്കെ ആണോ അവിടെ, അങ്ങനെ ഓരോ കാര്യങ്ങളും വിളിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ സ്ക്രോളിംഗ് ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞത്. അപ്പൊ അതിനൊരു പ്രത്യേക താങ്ക്സ് പറയുന്നു. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമസ്കാരത്തിന് ഒരു അർത്ഥമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയണമെന്ന് വിചാരിച്ച് വിട്ടുപോയി. കല അത് ഏറ്റു പറഞ്ഞു. നമസ്കാരത്തിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാല് ദ ഡിവൈൻ ഇൻ മീ റെസ്പെക്ട്സ് ദ ഡിവൈൻ ഇൻ യു. അതുകൊണ്ട് എല്ലാവർക്കും ഒരു അത് മാത്രമല്ല, ഡിവിനിറ്റിയിലാണ് ഇവിടെ PhD കിട്ടിയിരിക്കുന്നത്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്കാണ് നമസ്കാരം എന്നുള്ളത്, അതിൻ്റെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഏത് വേദിയിൽ പോയാലും ഞാനൊരു നമസ്കാരം പറയും. എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം. ഒരാൾക്ക് നന്ദി പറയാൻ ഞാൻ വിട്ടുപോയി. അതായത് എല്ലാവരും കേൾക്കുക, ഇതിന്റെ ബാക്ക് ബോണായ മിസ്റ്റർ എഡ്ഗർ നോർമൻ. ഓക്കെ, താങ്ക് യു. ഇന്ന് വലിയൊരു ദിവസമാണ്. എന്ന് വെച്ചാൽ ഒന്ന് ഈ പ്രോഗ്രാം എന്ന് നിങ്ങൾക്ക് അറിയുന്ന, പക്ഷെ ടുഡേ വൺ സ്പെഷ്യൽ ഡേ. ഇറ്റ് ഈസ് ആക്ച്വലി പൗർണമി. അപ്പൊ ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയാല് 6:00 ശേഷം, അപ്പൊ 6:00 ശേഷം പോയാല് മേളിലോട്ട് നോക്കിയാൽ മതി. അപ്പൊ മേളിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾ മേളിലോട്ട് പോകാൻ വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. എല്ലാവർക്കും